ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുറിവിൽ പരട്ടാനുള്ള മരുന്നുകൾ വാങ്ങിയിട്ടുണ്ട്. അങ്കിൾ, മരുന്ന് വാങ്ങിച്ചോണ്ട് വരാൻ അങ്കിളിനോട് പറയായിരുന്നതാ. ഞാൻ പുരട്ടിത്തരാം. ദൈവമോട് പുരട്ടിയാ മതി. നിന്നോട് മരുന്ന് പുരട്ടാനേ പറഞ്ഞോളൂ, ചിരിക്കാൻ പറഞ്ഞില്ല. മോളെ, അമ്മയെ വേദനിപ്പിക്കാതെ മരുന്ന് പുരട്ടിക്കൂട്. അങ്കിളിനെ കൈപ്പുണ്യം ഇല്ലാത്തതുകൊണ്ടാ ദൈവമോളെ കൊണ്ട് പുരട്ടിക്കുന്നത്. കൈപ്പുണ്യമുള്ളവർ തൊട്ടാ മതി, ഏത് മുറിവും പെട്ടെന്ന് കരിഞ്ഞോളും. അപ്പച്ചി, ജഗന്റെ കോമഡി കേട്ട് വന്ദനയും ചിരിക്കുന്നുണ്ട്. അവരങ്ങ് ധാരണയെ ഒരുമിക്കുവോ? അങ്ങനെ വന്നാ നമ്മുടെ പദ്ധതിയൊക്കെ പാളിയത് തന്നെ. ജഗനും വന്ദനയും തമ്മിൽ അടുക്കാനുള്ള സാധ്യതയൊക്കെ ഞാനും കാണുന്നുണ്ട്. അപ്പച്ചി, എന്ത് കാഴ്ച കാണാനാ നോക്കി നിൽക്കുന്നത്? ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിച്ചൂടെ? പെണ്ണുങ്ങളുടെ കാലിൽ മരുന്ന് പുരട്ടുന്നത് നോക്കി വായും പിളർന്നങ്ങ് നിൽക്കുന്നു. ഇന്നല്ല അപ്പച്ചേ, അല്ലടി തന്നെ. നാണോ മാനും ഇല്ലാത്ത ഒരുത്തൻ പൊക്കോണം എന്റെ മുന്നിന്ന്. പാവം ജഗൻ അങ്കിൾ. നീ മരുന്ന് പുരട്ടുന്നുണ്ടോ ഇല്ലയോ? അതെ, നമ്മൾ പേടിക്കുന്ന പോലൊന്നും അല്ലടി കാര്യങ്ങള്. ജഗന് മരണം സംഭവിക്കുമെന്ന് ഭയന്ന് വന്ദന ഇപ്പോഴും ജഗനുമായിട്ട് അകൽച്ചയില്ല. ഈ അടുത്ത കാലത്തൊന്നും അടുക്കുന്ന ലക്ഷണേ ഇല്ല. നീ വാ. മാനത്തെ കൊട്ടാരം